ദൈവത്തിന് മഹത്വം. ഈ നല്ല ദിവസത്തിനായിട്ട്, നല്ല സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ കരുതി നടത്തി പരിപാലിക്കുന്നു. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ നമ്മളെ കരുതുന്നു. ഓരോ കൂടിവരവുകളിലും ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ വഴി നടത്തുന്നു. വചനത്തിൽ പറയുന്ന പോലെ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തുകയും കർത്താവിൻ്റെ മനസ്സുള്ള വ്യക്തികളായിട്ട്, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാക്കി നമ്മളെ മാറ്റുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ വഴി നടത്തുകയൊക്കെ ചെയ്യുന്നു. അതിലെല്ലാം ഉപരിയായി നിലനിൽക്കുന്നതും നശിച്ചു പോകാത്തതും നിത്യമായ ദൈവ തേജസ്സിൻ്റെ പ്രകാശനത്തിലേക്ക് ദൈവം നമ്മെ നയിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ നിലനിൽക്കുന്ന ഒന്നിനെ നമുക്ക് കാണിച്ചു തരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നതുകൊണ്ട് ലോകവും അതിൻ്റെ മോഹവും ചെയ്യുന്ന വ്യക്തികളൊക്കെ നാശത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജന്മം പ്രാപിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമേ ആത്മാവിൽ നിലനിൽക്കുന്ന കാര്യങ്ങളെ കാണാനും അതിനനുസരിച്ച് മനസ്സിനെ പുതുക്കി ജീവിക്കുവാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ വളരെ ചെറിയൊരു ശേഷിപ്പിലാണ് ഉള്ളതെന്ന് ദൈവവചനം വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നമ്മളും ദൈവം ആ ശേഷിപ്പിലേക്ക് വിളിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് വ്യക്തിപരമായിട്ട് ഓരോരുത്തർ ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളർന്നു വരണം. വചനം പറയുന്ന പോലെ ഇത് ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ വിനിയോഗിക്കണം. കാരണം സമയം എല്ലാവർക്കും, ധനികനായാലും ദരിദ്രനായാലും ആരായാലും അവർക്കെല്ലാം സമയം കർത്താവ് കൃത്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കൂടുതലും കുറവുമില്ല. ആ സമയത്തെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് വചനം വ്യക്തമായിട്ട് പറയുന്ന സമയം തക്കത്തിൽ വിനിയോഗിക്കണം. ദൈവികമായിട്ടുള്ള വിഷയങ്ങളിൽ സമ്പന്നനാകുവാൻ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ സമയം ചെലവഴിക്കരുത്. നമ്മൾ സമയം തക്കത്തിൽ വിനിയോഗിക്കണം. ഇതിനെല്ലാത്തിൻ്റെയും കാര്യവിചാരകത്തിൻ്റെ കണക്കൊക്കെ ഏൽപ്പിക്കാൻ പറയുന്നൊരു സമയമുണ്ട്. അന്ന് പ്രാഗൽഭ്യത്തോടെ നിൽക്കണമെങ്കിൽ ഇന്ന് ദൈവഹിതത്തിനൊത്തോടെ നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തണം. നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ കൃത്യതയോടുകൂടെ ചെയ്യാനായിട്ട്, കർത്താവിനെന്നോണം ചെയ്യാനായിട്ട് കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ആണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് നമുക്കറിയാം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകതയും നമ്മളെല്ലായ്പ്പോഴും കേൾക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം അത് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്ഥിരതയുള്ള ഒന്നിലേക്ക് നമ്മളെ നയിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. സ്ഥിരതയില്ലാത്ത സ്വഭാവത്തെ മാറ്റി സ്ഥിരതയുള്ള വ്യക്തിത്വത്തിൻ്റെ നമ്മളെ ഉടമയാക്കുന്നത് ദൈവവചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയും അനുസരണവും നമ്മളെ നിലനിൽക്കുന്ന, നശിച്ചു പോകാത്ത നിത്യതയിലാക്കി ജീവിപ്പാനൊക്കെ നമ്മളെ സഹായിക്കുന്നു. മാത്രമല്ല ദൈവത്തിൻ്റെ വചനം അത് തേനിലും തേൻകട്ടയേക്കാളും മാധുര്യമുള്ളതാണ്. അത് നമ്മളെ വേഗത്തിൽ കാര്യങ്ങളെ ഗ്രഹിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനൊക്കെ സഹായിക്കും. മാത്രമല്ല ലഭിച്ച വചനങ്ങൾ അത് എത്രത്തോളം നമ്മൾ ക്രിയ ചെയ്തു എന്നുള്ള കാര്യത്തിനും ദൈവം നമ്മളെ ഹൃദയത്തിലേക്ക് നോക്കുന്നുണ്ട്. നമുക്ക് ലഭിച്ച വചനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വെളിപ്പെടുത്തി തന്ന വചനങ്ങൾ നമ്മൾ അനുസരിച്ചോ ഇല്ലയോ എന്നുള്ളതും ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ഓർക്കുകയും ധ്യാനിക്കുകയും, അങ്ങനെ തള്ളിക്കളഞ്ഞ വചനങ്ങളുണ്ടെങ്കിൽ കർത്താവെ ആ തെറ്റിൻ്റെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കർത്താവെ വചനം അനുസരിപ്പാൻ എന്നെ സഹായിക്കുകയും കർത്താവിൻ്റെ വചനത്തിൽ തന്നെ രസിപ്പാനായിട്ട് അവന് തന്നെ രസിച്ചു കൊടുക്കുക. അവൻ്റെ ഹൃദയത്തിൽ ആഗ്രഹത്തെ നിനക്ക് തരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ വചനത്തിൽ രസിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ദൈവപ്രസാദമുള്ളൊരു ജീവിതം ജീവിക്കാനുള്ളൊരു ആഗ്രഹമാണ് ഉണ്ടാവുക. പുത്രൻ നമുക്ക് കാണിച്ചതെന്ന പോലെ പുത്രൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എല്ലായ്പ്പോഴും പിതാവിനെ പ്രസാദിപ്പിച്ചത്. അതിലാണ് പിതാവിനെ പ്രസാദിപ്പിക്കുന്ന ജീവിതത്തിലാണ് പുത്രൻ സന്തോഷം കണ്ടെത്തിയത്. ഇതൊക്കെ നമുക്ക് മാതൃക കാണിച്ചു തന്നതാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം എന്താണെന്ന് ആർക്കും അറിയാതിരുന്നപ്പോൾ പുത്രൻ അത് വെളിപ്പെടുത്തി തന്നു. അത് വെളിപ്പെടുത്തി തന്നപ്പോൾ പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് സ്വർഗം സാക്ഷ്യപ്പെടുത്തി. അപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം, നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റുക എന്ന് വ്യക്തമായിട്ടുള്ള മാതൃകയും വഴിയൊക്കെ കാണിച്ചു തന്നിട്ടാണ് പുത്രൻ സ്വർഗത്തിലേക്ക് പോയി നമുക്കൊരു ഭവനം ഒരുക്കുന്നത്. അപ്പോൾ ആ ഭവനത്തിൽ നമ്മളും ചേർക്കപ്പെടണമെങ്കിൽ ആ പുത്രൻ കാണിച്ചെന്ന അതേ മാതൃകയിൽ തന്നെ നമ്മളും നടക്കണം എന്നുള്ളത് വചനം വ്യക്തമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ആ ഒരു നടപ്പ് നടക്കാത്ത, ആ യേശുവാകുന്ന വാതിലിലൂടെ കടക്കാത്ത ഒരു വ്യക്തിക്കും ഈ പറയുന്ന നിത്യതയിലേക്കോ നിത്യഭവനത്തിലേക്കോ തേജസ്സിലേക്കോ ഒന്നും എടുക്കപ്പെടുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ, വളരെ താല്പര്യത്തോടുകൂടെ, ആഗ്രഹത്തോടുകൂടെ ഒക്കെ വേണം നമ്മൾ ഓരോ ദിവസവും ജീവിക്കാനായിട്ട്. ഒരുക്കപ്പെട്ട ഹൃദയമുള്ളവരായിരിക്കാനൊക്കെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ കുറച്ച് വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 മുതൽ. അവിടെ കർത്താവ് പറയുന്ന കാര്യം ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന കാര്യം അവിടെ പറയുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിന് ശേഷം പിന്നീട് അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യത്തിൽ വന്നിട്ടാണത് നിൽക്കുന്നത്. അപ്പോൾ ഈ നാളുകളിൽ നമ്മളും തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ
നമുക്കൊരിക്കലും ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാനായിട്ട് പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനാലല്ലാതെ യേശു കർത്താവെന്ന് പറയാൻ പറ്റത്തില്ല. പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ദൈവഹിതം ഒരു വ്യക്തിയിൽ നിറവേറണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നൊരു ജീവിതം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം ജീവിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുക? എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാലാണ് നയിക്കപ്പെടുന്നതൊക്കെ നമ്മൾ തിരിച്ചറിയുക എന്നൊക്കെ നമുക്ക് നോക്കാനായിട്ട് കുറച്ച് സമയം ഈ വചനം ഒന്ന് ധ്യാനിക്കാം. 11-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം, അതിന്റെ വായിച്ചേട്ട 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവെ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്ന ആദ്യം പറഞ്ഞ കാര്യം തന്നെ, അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകിച്ച് സ്ഥലമൊന്നും വേണ്ട എന്നുള്ള കാര്യം തന്നെ ഈ വാക്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ പലപ്പോഴും ചിന്തിച്ച് ഏതെങ്കിലും ഒരു ആലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആലയത്തിലാണ് ദൈവം വസിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു ആലയത്തിലൊന്നുമല്ല ദൈവം വസിക്കുന്നത്, നമ്മളിൽ തന്നെയാണ് വസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എവിടെ ഇരുന്നും ഏത് സമയത്തും എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. കണ്ട് ഇവിടെ നോക്കിയാൽ അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്ന സ്ഥലം എന്നൊന്നുമില്ല, നമുക്ക് ഏത് സ്ഥലത്തും എന്ത് ചെയ്യാം? ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ആരും പറയരുത് എനിക്ക് പ്രാർത്ഥിക്കാനൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നത് എന്ന് ആരും പറയരുത്. ഏത് സ്ഥലത്തും ഏത് സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ഈ ആദ്യത്തെ വാക്കിൽ തന്നെ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവരോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്നുള്ളതാണ്. പലരും പറയും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ യോഹന്നാൻ പഠിപ്പിച്ചല്ലോ, ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാരിൽ ഒരുത്തൻ പറയുന്നത്. ഓക്കെ, എന്നിട്ട് 2-ാമത്തെ വാക്യം. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അപ്പൊ ഇവിടെ ആദ്യം പറയുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ പറയുന്ന കാര്യം ഇതാണ്, സ്വർഗസ്ഥനായ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പൊ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും എന്ത് ചെയ്യണം? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈ സ്വർഗസ്ഥനായ ഈ പിതാവ് നമ്മുടെ പിതാവാണോ? നമ്മുടെ പിതാവാണോ? ഈ സ്വർഗസ്ഥനായ പിതാവെന്ന് യേശു കർത്താവ് പഠിപ്പിക്കുമ്പോൾ നമുക്കും ഈ സ്വർഗസ്ഥനായ പിതാവുമായിട്ടൊരു ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും നമ്മളും ആ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളല്ലേ. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം അത് പറയുന്നു എന്ന് പറയുമ്പോൾ വചനത്തിൽ അത് പറയുന്നുണ്ട്. നമുക്ക് ആ ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മൾ വ്യക്തിപരമായിട്ട് നോക്കേണ്ട കാര്യം അല്ലേ. എങ്ങനെയാണ് ഒരു അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം ഉണ്ടാകുന്നത്? ആ അപ്പനാൽ ജനിച്ചതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളും ഇവിടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമുക്ക് പറയണമെങ്കിൽ നമ്മളും എന്ത് ചെയ്യണം? ആ പിതാവിനാൽ ജനിക്കണം. മനസ്സിലായോ? അപ്പോൾ നമ്മളെങ്ങനെയാ ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ കാണാനായിട്ട് നമുക്ക് സാധിക്കും, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ, അപ്പോൾ നമ്മളത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ച ദൈവമക്കളാകുന്ന ഓരോരുത്തരും ആ പിതാവിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ഇവിടെ പറയാണ് സ്വർഗസ്ഥനായ ഞങ്ങൾ. അപ്പോൾ നമുക്ക് ധൈര്യത്തോടെ പ്രാർത്ഥിക്കാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗീയ പിതാവേ എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യേണ്ടത്? പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. ആ അപ്പനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, സ്വർഗീയ പിതാവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായോ? പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ. അവൻ ഏക മധ്യസ്ഥനാണ്. അതുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നമ്മൾ പ്രാർത്ഥിക്കുകയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രാർത്ഥന പിതാവിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുകയും ചെയ്യേണ്ടത്. മാത്രമല്ല, ഇപ്പോൾ നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഒരു മധ്യസ്ഥനുണ്ടെങ്കിലും പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെയും മധ്യസ്ഥൻ്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലായോ? ഇപ്പോൾ നമുക്കൊരു മധ്യസ്ഥനായിട്ട് യേശു കർത്താവുണ്ട്. എന്നാൽ കർത്താവിൻ്റെ മുഖം നമ്മൾ നേരിൽ കാണുന്ന ഒരു ദിവസം വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയാണ് പ്രാർത്ഥിക്കാൻ ചൊല്ലേണ്ടത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ നാമം എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കണം. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്വർഗസ്ഥനായ പിതാവ് വിശുദ്ധനാണ്. മനസ്സിലായോ? ശ്രദ്ധിക്കണേ നിങ്ങൾ. നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധനായൊരു ദൈവമാണ്, പരിശുദ്ധനായ ദൈവമാണ് അല്ലേ. പരിശുദ്ധൻ 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 എന്ന് എല്ലായ്പ്പോഴും ദൂതന്മാർ പ്രാർത്ഥിക്കുകയും
ഒക്കെ ചെയ്യുന്ന കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ പരിശുദ്ധനായ ഒരു ദൈവമാണ്, ഈ വിശുദ്ധനായൊരു ദൈവമാണ് നമ്മളുടെ പിതാവ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ പറയുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അപ്പോൾ ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് വിശുദ്ധീകരിക്കപ്പെടും? ഇന്ന് ലോകത്ത് പല വിഗ്രഹാരാധികളെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയുള്ള മൂർത്തികളൊക്കെ എന്ത് ചെയ്യുന്ന കാണാം, അവരവരെ പലതും തെളിച്ചും ഒക്കെ പല പ്രാർത്ഥനകളൊക്കെ ചൊല്ലി വിശുദ്ധീകരിക്കുന്ന കാണാം. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ദൈവം പരിശുദ്ധനാണ്. നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് പരിശുദ്ധനായല്ല, പരിശുദ്ധൻ എന്നുള്ള അവൻ്റെ നാമമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ തിരിച്ചറിയണം, ഈ ദൈവം, ഞാൻ വിളിക്കുന്ന ദൈവം, എൻ്റെ സൃഷ്ടാവാം ദൈവം, എന്നെ അതിശയം ഭയങ്കരമായി സൃഷ്ടിച്ച എൻ്റെ കർത്താവ്, എൻ്റെ അപ്പൻ, അവൻ വിശുദ്ധനാണ്. അങ്ങനെയെങ്കിൽ ആ പരിശുദ്ധനായ സ്വർഗീയ പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത്. മനസ്സിലായോ? നിങ്ങൾ നിമിത്തം ജാതികളുടെ ഇടയിൽ ദൈവനാമം ദുഷിക്കപ്പെടുന്നു. അപ്പം നമ്മൾ നിമിത്തം നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഇടപെടലുകൾ കൊണ്ടോ അല്ലെങ്കിൽ ബന്ധങ്ങൾ കൊണ്ടോ ഒന്നും ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുവാൻ ഇടവരരുത്. അതാണ് ഈ പറഞ്ഞതിനർത്ഥം. പിതാവ്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അടുത്ത് പറയാം, നിന്റെ രാജ്യം വരണം. അപ്പോൾ ഇങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ജീവിതം നമ്മൾ ജീവിക്കണമെങ്കിൽ കർത്താവിൻ്റെ രാജ്യം ഇവിടെ വരുന്നു എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവണം. കർത്താവ് ഇവിടെ രാജാവായി വാഴുമെന്നും ആ കർത്താവിൻ്റെ കർത്തൃത്വത്തിനും രാജ്യത്വത്തിലും ഞാനും വാഴേണ്ടതാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ പിതാവിൻ്റെ നാമത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു ജീവിതം ഇന്ന് നമ്മൾ ജീവിക്കത്തുള്ളൂ. മനസ്സിലായോ? പിടിയിടുന്നുണ്ടോ? കേട്ടോ? അതൊക്കെ നിന്റെ രാജ്യം വരണം. അപ്പോൾ കർത്താവ് ഇവിടെ രാജ്യം സ്ഥാപിക്കും. ഇന്ന് കാണുന്ന എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് കർത്താവ് ഈ രാജ്യം ഇവിടെ സ്ഥാപിക്കാൻ പോവുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ രാജ്യത്തിൽ അവനോട് കൂടെ അവൻ്റെ പ്രിയ മക്കളായിട്ട് നമ്മളും വാഴേണ്ടതാണ് എന്നുള്ളൊരു ഉത്തമ ബോധ്യമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബോധ്യത്തിൽ ജീവിപ്പാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. വരുവാനുള്ള രാജ്യം, ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കാൻ പോവാണ്. എന്നാൽ ഇന്ന് ആ ദൈവരാജ്യത്തിന് ഒത്തവണ്ണമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. കണ്ടോ? ഇവിടെ പറയാണ്, നിന്റെ രാജ്യം വരണമേ. എന്നിട്ട് പറയും, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഇഷ്ടത്തെ പ്രതിഫലിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളായി നമ്മൾ ഇന്ന് മാറണം. അതിനാണ് ദൈവം നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത്. അതിനാണ് ലേഖനങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രമാണ്, നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യമാണ്, നിങ്ങൾ കാണുന്നവർ യേശുവിനെ കാണണം. പറഞ്ഞതിൻ്റെ താല്പര്യം എന്തുവാ? ഇവിടെ പറയുകയാണ് കേട്ടോ, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറ്റിയത് ആരാ? പുത്രനായ യേശു ക്രിസ്തുവാണ്. ഇന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറ്റുന്ന ആരാ? പുത്രിപുത്രന്മാരായ നമ്മൾ ഓരോരുത്തരുമാണ്. അതാണ് നമ്മളുടെ പേരുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇത് മറന്നു പോകരുത്. ഈ ഉത്തരവാദിത്വത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആരും ദൈവമക്കളല്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഞാൻ ഈ സ്വർഗീയ പിതാവിൻ്റെ പുത്രനാണ്, എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്നിലൂടെ ഈ ഭൂമിയിൽ എൻ്റെ വാക്കിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ, എൻ്റെ ഇടപെടലിൽ കൂടെ, എൻ്റെ ബന്ധങ്ങളിൽ കൂടെ, എൻ്റെ ഭവനത്തിൽ കൂടിയൊക്കെ വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ് സ്വർഗത്തിലെ ദൈവം ഇന്നിവിടെ എന്നെ ആക്കിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ടിവിടെ പറയുന്നത്, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. പിന്നെ മൂന്നാമത്തെ വാക്യം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ. അപ്പൊ ഇവിടെ പറയാം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ. അതല്ലാതെ നമുക്ക് 10 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ദിനം പ്രതി, അന്നുള്ള ആഹാരം അത് തരണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എന്ത് ചെയ്യും? നമുക്ക് ആവശ്യമായതെല്ലാം നൽകി തരാൻ ദൈവം മതിയായവനാണ്. അതുകൊണ്ട് പറയാം, നാളെക്കുറിച്ച് വിചാരപ്പെടരുത്. പലരും നാളെക്കുറിച്ച് മാത്രമല്ല, വരുവാനുള്ള ഒരു 50 വർഷത്തെക്കുറിച്ച് വിചാരപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ദൈവവചനത്തിലെ ലംഘനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ ആവശ്യങ്ങളും സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കണം. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, അല്ലേ? വചനം പറയുന്നുണ്ടല്ലോ, എന്താ പറയുന്നത്, പക്ഷിമൃഗാദികൾക്ക് അതതിൻ്റെ ഭക്ഷണം അതതിൻ്റെ സമയത്ത് കൊടുക്കുന്ന ദൈവം, അല്ലേ? കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. വചനത്തിലെ പലയിടങ്ങളിലും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അതതിൻ്റെ ഭക്ഷണം അതതിൻ്റെ സമയത്ത് കൊടുക്കുന്ന ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നമുക്ക് അന്നന്ന് ആവശ്യമായത് നൽകാതിരിക്കുമോ? തീർച്ചയായിട്ടും അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആവശ്യമായതെല്ലാം നൽകി തരാൻ ദൈവം മതിയായവനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണ്, കർത്താവേ, അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് ദിനം പ്രതി ഞങ്ങൾക്ക് തരയണമേ. അപ്പോൾ അതൊരു ആവശ്യമാണ്. ആ ആവശ്യത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ആ ആഹാരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഉദവികളും നൽകി തരാൻ ദൈവം
മതിയായവരാണ്. അതായി പറഞ്ഞതിനർത്ഥം മനസ്സിലായോ? ആഹാരത്തിന് ആവശ്യമായി എന്ന് പറയുന്നർത്ഥം ജോലി വേണമെങ്കിൽ ജോലി തരും, നമുക്ക് ആവശ്യമായിട്ടുള്ള നന്മകൾ ദൈവം നൽകി തരും. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വലഞ്ഞാലും കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല, ക്ഷാമകാലത്തിന് ക്ഷേമമായി പോറ്റും എന്നൊക്കെ പറഞ്ഞതിനർത്ഥം അന്നന്ന് ആവശ്യമായതൊക്കെ നൽകി തരാൻ ദൈവം മതിയായവനാണ്. അതെന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും അതിനനുസരണമുള്ളൊരു ജീവിതം നാം ജീവിക്കുകയും ചെയ്യണം. അടുത്ത്, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് കടംപെട്ടിരിക്കുന്ന ഏവരോടും ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുക. ഇവിടെ ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നു. ഒത്തിരി ആഴത്തിലുള്ള വാക്കുകളാണ് ഇതൊക്കെ, വളരെ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പം നമുക്കെപ്പോഴും നമ്മൾ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവം ക്ഷമിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ളവരാ അല്ലേ? വചനം അത് പറയുന്നുണ്ട്. നമ്മൾ പാപങ്ങൾ എന്ത് ചെയ്യണം? അത് ഏറ്റു പറയണം. കർത്താവും പാപങ്ങൾ ക്ഷമിച്ച പല വ്യക്തികളെയും, രോഗികളായിരുന്നവരോടൊക്കെ പാപങ്ങളെ, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കാനൊക്കെ 38 വർഷം തളർവാദ രോഗിയായിട്ട് പറയുന്നുണ്ടല്ലേ? പറയുന്നില്ലേ? അപ്പോൾ പാപങ്ങൾ മോചിക്കാൻ കർത്താവ് താല്പര്യമാണ്. നമ്മൾക്കും പാപങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ക്ഷമിക്കണം, നമ്മൾ വെളിപ്പെട്ട് കഴിയുമ്പോൾ അത് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് വലിയ ആഗ്രഹമാണ്. 38 വർഷം തളർവാദ രോഗിയായവനെ സൗഖ്യം വഹിച്ചിട്ട് കർത്താവ് പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താ അറിയോ? 38 വർഷം തളർവാദം പിടിച്ച് കുളക്കരയിൽ കിടന്നവന് സൗഖ്യം കൊടുത്തിട്ട് കർത്താവ് പറയാ, ഇതിലും വലിയത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. നിങ്ങൾ ചിന്തിച്ചേ, 38 വർഷം എന്നാണ് അവൻ്റെ ആയുസ്സിൽ ഏതാനും മുഴുവൻ സമയം കിടന്നവനോട് പറയും ഇതിലും വലിയത് എന്തോ. ഇപ്പോൾ പാപം എന്ന് പറയുന്നത് കളിക്കാനുള്ളൊരു സാധനമല്ലെന്ന് അതിൽ പറയുന്നുണ്ട്. മാത്രമല്ല, കർത്താവിൻ്റെ അടുക്കൽ വന്ന ഒരു സ്ത്രീ അല്ലെ, വ്യഭിചാരിയായ ഒരു സ്ത്രീ, എങ്ങനെ പറയുന്നത്, അവളുടെ അടുത്തും കർത്താവ് വ്യഭിചാര കർമ്മത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ പരീശന്മാർ കൊണ്ട് നിർത്തിയിട്ട് പറയുന്നുണ്ട്, കർത്താവെ, ഇവളെ ഞങ്ങൾ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. എന്നിട്ട് കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് മോശ കൽപ്പിച്ചിരിക്കുന്നത്, നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്തു? അവിടെ തറയിൽ ഇങ്ങനെ വിരലുകൊണ്ട് എഴുതിക്കൊണ്ടിരുന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ ആദ്യം കല്ലെറിയിട്ട്. എല്ലാവരും കല്ലായിട്ട് വന്നിരുന്നത്. കർത്താവ് അവരുടെ ഹൃദയത്തെ അറിഞ്ഞു, അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആദ്യം കല്ലെറിയാനല്ലേ വന്നിരിക്കുന്നത്. പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിഞ്ഞു, അവരെ മോത്തിക്ക് പോലും നോക്കിയില്ല. പക്ഷെ ഓരോരുത്തർ കല്ലിട്ടിട്ട് എല്ലാവരും പോയി. വലിയവർ മാത്രമല്ല, പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു, ചെറിയ പിള്ളേർ പോലും വന്നിട്ടുണ്ടായിരുന്നു അവിടെ പറയുന്നത് അല്ലേ? ആബാലവൃതം എല്ലാവരും കല്ലിട്ടിട്ട് പോയി. പറഞ്ഞതിനർത്ഥം എന്താ? ആ ഒറ്റ വാക്കിൽ അവരുടെ ഉള്ളിൽ ഭയം വന്നു, അവരുടെ പാപം അവിടെ തെളിഞ്ഞു വന്നു. അവൻ്റെ കണ്ണിന് മുമ്പിൽ സകലവും നഗ്നവും മലർന്നവുമാണ്. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, നിന്റെ പാപം നിന്നെ ആരും കല്ലെറിഞ്ഞില്ല, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക. എന്നിട്ട് എന്ത് പറഞ്ഞു? മേലിൽ പാപം ചെയ്യരുത്. അപ്പൊ ഇത് മറന്നു പോകരുത്. കർത്താവ് എപ്പോഴും പറയുന്ന കാര്യം പാപം ചെയ്യരുത്, പാപം ചെയ്യും. ഇതാണ് ദൈവഹൃദയത്തിൽ ആഗ്രഹം. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറയുന്ന കാര്യങ്ങൾ അത് തന്നെയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് പറയാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ കർത്താവ് നമ്മൾ പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ ക്ഷമിക്കുമോ? തീർച്ചയായിട്ടും നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. പക്ഷെ ഇവിടെ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ്? ഞങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു. കണ്ടോ? അപ്പൊ നമ്മളോട് കടപ്പെട്ടിരിക്കുന്നവരോട്, അഥവാ നമുക്കെതിരെ ചെയ്തവരോട് ക്ഷമിക്കാനുള്ളൊരു ഹൃദയം നമുക്കുണ്ടോ? അപ്പൊ ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി നന്നായിട്ട് പറയാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തില് 6-ന്റെ 12-ാം വാക്യം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. കേട്ടോ, ഇവിടെ ഇച്ചിരി നന്നായിട്ട് പറയാം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു മനസ്സുണ്ട്, നമ്മുടെ മനസ്സിനൊത്തവണ്ണമാണ് ഈ കടങ്ങളെ നമ്മൾ കാണുന്നത്. മനസ്സിലായില്ലേ? അത് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ളവരോട്, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നവരോടൊക്കെ ഞാൻ ക്ഷമിക്കും. അതൊന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. എല്ലാവരോടും നമ്മൾ ക്ഷമിച്ചിട്ടില്ല. നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലരോട് നമ്മൾ ക്ഷമിച്ചിട്ടില്ല. പലരും നമുക്കെതിരെ ചെയ്തതൊക്കെ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ കിടക്കുകയും അവരോടുള്ള നീരസവും കയ്പും പകയും വെറുപ്പും ഒക്കെ ആ വ്യക്തികളോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയെ ചിന്തിക്കുമ്പോൾ തന്നെ അകത്തുനിന്ന് പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഹൃദയപൂർവ്വം ക്ഷമിച്ചില്ല. കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ, അങ്ങനെ ഒരു വാക്യമുണ്ട് വചനത്തിൽ, നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യുന്ന ഒരു അനുഭവം. അപ്പൊ നമ്മൾ ഹൃദയപൂർവ്വം ക്ഷമിക്കണം.
ക്ഷമിച്ചില്ല എങ്കിൽ കർത്താവ് ക്ഷമിക്കത്തില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അത് മത്തായിയുടെ സുവിശേഷം ഇത് ഓരോന്ന് പറയുമ്പോൾ ഓരോരോ വചനങ്ങൾ ഇങ്ങനെ അതിനോട് കണക്റ്റഡ് ആയിട്ട് വരികയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ക്ഷമിക്കുന്ന കാര്യത്തെക്കുറിച്ച് അല്ലേ. 100 വെള്ളിക്കാശ് കടപ്പെട്ട ഒരുവനുണ്ട് അല്ലേ, അതുപോലെ തന്നെ 10,000 താലന്ത് കടപ്പെട്ട ഒരുവനുണ്ടായിരുന്നു. ഈ 2 പേർക്കും അടയ്ക്കാൻ പൈസ ഇല്ലാതിരുന്നപ്പോൾ ഒരുത്തൻ 10,000 താലന്ത് കടപ്പെട്ടവനോട് യജമാനൻ എന്ത് ചെയ്തു? അത് ക്ഷമിച്ചു അല്ലേ, അതെല്ലാം ഇളച്ചു കൊടുത്തു. അവൻ തിരിച്ചു പോകുമ്പോൾ അവൻ്റെ ഒരു ദാസൻ 100 വെള്ളിക്കാശ് കടപ്പെട്ടിരുന്നു. കൂട്ടുദാസനെ കണ്ടു, അവനെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി. ഞാൻ പറയുന്നത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലാണ്. കടം തീർക്കുക എന്ന് പറഞ്ഞു. അവൻ്റെ കൂട്ടുദാസൻ എന്നോട് ക്ഷമ തോന്നണം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കടം ഇളച്ചു കിട്ടാൻ വേണ്ടി അവൻ്റെ യജമാനനോട് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ അവനോട് കൃപ തോന്നിയിട്ട് അവൻ്റെ 10,000 താലന്ത്, ചെറിയ കടമൊന്നുമല്ല, 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു ആയുസ് കൊണ്ട് അവന് വീട്ടാൻ പറ്റുന്ന കടമല്ല. എന്നിട്ടാണ് അവൻ അത് മുഴുവൻ ഇളച്ചു കൊടുത്തിട്ട് അവൻ പോകുമ്പോൾ വെറും 100 വെള്ളിക്കാശ്, മനസ്സിലായോ, അത് ഇളച്ചു കൊടുക്കാനായിട്ട് പറ്റാത്ത. അപ്പം എന്താ സംഭവം? അവൻ ഇളച്ചു കിട്ടി. അവൻ്റെ ഹൃദയം മറ്റുള്ളവർക്ക് വേണ്ടി അവൻ്റെ ഹൃദയം എന്ത് ചെയ്യുന്നില്ല, അവിടെ ക്ഷമിക്കാനായിട്ട് അവന് പറ്റുന്നില്ല. ഇതെന്ത് ചെയ്തു? ഇത് കണ്ട് ദുഃഖിച്ചു, യജമാനെ ചെന്ന് അറിയിച്ചു. അവിടെ പറയുന്ന 32-ാം വാക്യത്തിൽ അവനെ വിളിച്ചത്, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കാൻ ഞാൻ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. കേട്ടോ, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്ക് കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ? ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടാരും കേൾക്കാത്ത വാക്യമൊന്നുമില്ല, നമ്മൾ എത്രയോ പ്രാവശ്യം പറയുകയും കേൾക്കും. പക്ഷെ ഇതൊക്കെ എന്തിനത് പിന്നെയും പിന്നെയൊക്കെ കേൾപ്പിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഈ പറയുന്ന ഈ തൊണ്ടയ്ക്ക് പിടിക്കുന്ന മനോഭാവം ഉണ്ടോ? നമ്മളുടെ കാഴ്ചപ്പാട് നമ്മുടെ കൂട്ടുദാസനോട്, അല്ലെങ്കിൽ കൂട്ടുകാരോട്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാരോട്, സഹോദരങ്ങളോട്, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തികളോട്, സഹോദരങ്ങളോടൊക്കെ നമുക്ക് ഈ ഒരു മനോഭാവം ഉണ്ടോ? ഞാൻ ഈ തൊണ്ടയ്ക്ക് പിടിക്കാന്ന് പറഞ്ഞ എന്താർത്ഥം? നമ്മള് അവരുടെ ഒരു കുറവിനെ ക്ഷമിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിനെ തൊണ്ടയ്ക്ക് പിടിക്കാന്ന് പറയുക. മനസ്സിലായില്ലേ? എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. അവരെ കുറിച്ച് എന്നോട് പറയണ്ട. അവരെന്ത് പറഞ്ഞാലും ഞാനത് ക്ഷമിക്കും. ഇതാണ് ഈ തൊണ്ടയ്ക്ക് പിടിക്കാന്ന് പറഞ്ഞാൽ. അതായത് തൊണ്ടയ്ക്ക് പിടിച്ചാൽ എന്ത് സംഭവിക്കും? ശബ്ദം പുറത്തു വരുമോ? തൊണ്ടയ്ക്ക് പിടിച്ചാൽ എന്ത് സംഭവിക്കുന്നത്? അതായത് എനിക്ക് അവൻ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലെന്നാണ് ഈ പറഞ്ഞതിന് അർത്ഥം. എനിക്ക് അവന്റെ സങ്കടങ്ങളോ അവൻ ചെയ്ത തെറ്റിനെ അവൻ ക്ഷമ പറയുന്നതോ കേൾക്കാനായിട്ടുള്ള ഒരു താല്പര്യവും മനോഭാവവും എനിക്കില്ല എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അല്ലാണ്ട് നമ്മളാരും കയറി അവൻ്റെ തൊണ്ടയ്ക്ക് പിടിക്കുന്നില്ല. മനസ്സിലായോ? ഇതറിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് പറയാണ്, നിനക്കും അവനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ച് അവൻ കടമൊക്കെയും തീർക്കോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോ, ഇവിടെ പറയുന്നുണ്ടോ, ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ. ഈ ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. അത് എനിക്ക് സൗകര്യമുണ്ടെന്ന് പറയുന്നൊരു സാധനമല്ല. അത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ഓരോ വ്യക്തിയുടെയും ഹൃദയം ഇതുപോലെ ആയിരിക്കണം. ഹൃദയപൂർവ്വം ക്ഷമിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് നമ്മൾ മാറണം. അങ്ങനെ മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിലല്ല, നിങ്ങൾ ദൈവരാജ്യം അവകാശമാകത്തുമില്ല. ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് സൗകര്യമില്ലെന്ന് പറയുന്ന ഒരു മനോഭാവം ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിലല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയുമല്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. കാരണം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവികമായിട്ടുള്ള നിയമങ്ങളെ അനുസരിച്ചും കൊണ്ടാണ് ജീവിക്കേണ്ടത്. എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് ദൈവസന്നിധി പറയാം. കാരണം എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് പറ്റുന്നില്ല എന്ന് താഴ്മയോടെ ദൈവസന്നിധിയിൽ, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്, പരിശുദ്ധാത്മാവിനെ തരാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ പറയുന്നതും എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. പറ്റില്ല എന്ന് പറയുന്നത് എനിക്ക് അതിനോട് താല്പര്യമില്ല, ഞാൻ അതിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണം, കഥ കടക്കുകയാണ്. മറിച്ച് എന്നെ കൊണ്ട് സാധിക്കുന്നില്ല കർത്താവ് എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോട് ക്ഷമിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിലും എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ സാധിക്കുന്നില്ല എന്ന് നമ്മൾ കർത്താവിനോട് പറയുമ്പോഴാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? തൻ്റെ കൃപ നമ്മുടെ മേൽ പകരുന്നത്. മനസ്സിലായോ? ആ കൃപ നമ്മളെ അതിനായിട്ട് സഹായിക്കും. അപ്പോൾ ഇവിടെ പറയാണ്, കരുണ തോന്നേണ്ടതല്ലയോ? എന്നിട്ട് പറയും, നിങ്ങൾ ഓരോരുത്തരും ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. എങ്ങനെ തന്നെ? ഇവിടെ പറയുകയാണ് കേട്ടോ. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. അപ്പോൾ ഹൃദയപൂർവ്വം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചെങ്കിലേ സ്വർഗസ്ഥനായ പിതാവ് ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കത്തുള്ളൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കടങ്ങളൊക്കെ ക്ഷമിച്ചതാണല്ലോ എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, നീ കടങ്ങളൊന്നും ക്ഷമിച്ചിട്ടില്ലല്ലോ, നിനക്ക് ഈ വ്യക്തികളോടൊക്കെ കയ്പാണല്ലോ.
നിനക്ക് ഈ വ്യക്തികളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. നിന്റെ ഹൃദയത്തിൽ ഇപ്പോഴും അവർ പറഞ്ഞതും ചെയ്തതും 10 വർഷം മുമ്പ് ചെയ്തു, 20 വർഷം മുമ്പ് ചെയ്തു, 30 വർഷം മുമ്പ് ചെയ്തു, 40 വർഷം മുമ്പ് ചെയ്തതും ഒക്കെ നിന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ടല്ലോ. അപ്പം നീ എങ്ങനെ കടം ഇളച്ചു തന്നു, നീ ക്ഷമിച്ചു, ഹൃദയപൂർവ്വം ക്ഷമിച്ചു എങ്ങനെ പറയാൻ പറ്റും എന്ന് കർത്താവ് ചോദിച്ചാൽ നമുക്കൊന്നും ഉത്തരം ഉണ്ടാകത്തില്ല. അതുകൊണ്ടൊക്കെ പറയും ഇത് ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ വിനിയോഗിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. സമയം തക്കത്തിൽ വിനിയോഗിക്കുന്നു പറഞ്ഞാൽ ഇങ്ങനെയുള്ള കടങ്ങൾ ഇളച്ചു കളയുവാനും ഏറ്റുപറയാനും ഉപേക്ഷിക്കുവാനും ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനുമുള്ളൊരു സമയമാണിത്. അതിൻ്റെ സമയങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് ഇതിന് പറ്റാത്തൊരു സമയത്ത് വന്നിട്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ നമുക്ക് കൃപയ്ക്ക് യാചിക്കാം, പരിശുദ്ധാത്മാവിനെ ധാരാളമായി തരും. ആ കൃപ നമ്മളെ എത്ര വലിയ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ ക്രിസ്തുവിൽ ആ വ്യക്തിയെ കണ്ടുകൊണ്ട് ക്ഷമിക്കാനായിട്ട് സാധിക്കും. അത് നമ്മളെ ദൈവരാജ്യത്തിൽ അധികമായി വളർന്നു വരുവാൻ, ദൈവരാജ്യത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാനൊക്കെ നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്നിട്ടാണ് ഇവിടെ പറയുന്നത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണ കാര്യം. നമ്മൾ തിരിച്ച് ലൂക്കോസിലേക്ക് തന്നെ വരികയാണ്. ഇവിടെ പറയാണ് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്ന ഏവരോടും ഞങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. ഇവിടെ പറയുന്നത് ഞങ്ങൾ, നോക്കി ശ്രദ്ധിക്കണേ, മത്തായിയുടെ സുവിശേഷത്തിൽ പറയുമ്പോൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നു. ഇവിടെ പറയുന്നത് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, കണ്ടോ? അത് പ്രവൃത്തിവാദത്തിലേക്ക് വന്നു, അല്ല? അങ്ങനെയല്ലേ പറയുന്നത്? നോക്കിയേ, ഞങ്ങളും ക്ഷമിക്കുന്നു, അതൊരു തീരുമാനമാണ്, കേട്ടോ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു. കണ്ടോ? ക്ഷമിക്കുന്നു, നോക്കട്ടെ എന്നല്ല, ക്ഷമിക്കുന്നു. അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് നമ്മൾ പറയാം, കർത്താവ് ഞാൻ ക്ഷമിക്കുന്നു. ഇത് വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലൊക്കെ പല വ്യക്തികളെ ഓർമ്മപ്പെടുത്തും പരിശുദ്ധാത്മാവ്. പലപ്പോഴും നമ്മൾ പലതും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാത്ത പല വ്യക്തികളെയൊക്കെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും. അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതൊരു കടം പോലെ കെടുക്കുക. മനസ്സിലായോ? കടപ്പെട്ടവൻ കടം മേടിച്ചവന് ദാസൻ എന്ന് പറയുന്ന പോലെ. കാരണം ഇത് നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ അത് നമ്മളെ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മളെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ പറയാം ഞാനും ക്ഷമിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാം, എന്നിട്ടാണ് തൊട്ടടുത്ത് പറയാം ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അപ്പൊ ക്ഷമിച്ചില്ലെങ്കിൽ ദുഷ്ടൻ എന്തുണ്ട്? കണ്ടോ? ദുഷ്ടനെ ഞങ്ങളെ വിടുവിക്കണമേ. ഈ ക്ഷമിച്ചില്ലെങ്കിൽ ദുഷ്ടന് ഇടം കിട്ടും, പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് വചനം പറയാണ്. അപ്പോൾ ഇവിടെ പറയാണ് ദുഷ്ടനെ ഞങ്ങളെ വിടുവിക്കണം. ഇനി 5-ാമത്തെ വാക്യം തൊട്ട് വായിച്ചോട്ടെ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു. അവന് വിളമ്പിക്കൊടുപ്പാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്ത് നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു മിനിറ്റ് ശ്രദ്ധിക്കട്ടെ. ഈ സർവീസിനായി ഞങ്ങൾ പിതാവ് എന്ന് പറഞ്ഞ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പഠിപ്പിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്ന കാര്യം നമുക്ക് തോന്നുന്നത് ഒരു ബന്ധമില്ലാത്തൊരു കാര്യം പറയുന്ന പോലെ തോന്നുന്നു, അല്ലേ? ശ്രദ്ധിക്കും നിങ്ങൾ. പിന്നെ അവൻ അവരോട്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ കർത്താവ് ആഴത്തിലുള്ളൊരു കാര്യം അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. കാരണം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്വർഗസ്വനായ പിതാവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണേ, മഹത്വപ്പെടുന്ന ഒരു ജീവിതം ജീവിക്കണം, അല്ലേ? ദൈവത്തിൻ്റെ നാമത്തെ ദുഷിപ്പിക്കാനായിട്ട് പാടില്ല. ഓരോ ആവശ്യങ്ങളും കർത്താവിനോട് അറിയിക്കണം, കേട്ടോ. മാത്രമല്ല ഞങ്ങളുടെ കടക്കാരോടൊക്കെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പോൾ എല്ലാവരോടും ക്ഷമിക്കണം, ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കർത്താവ് അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചെങ്കിൽ ആ ഒരു അനുഭവത്തിൽ ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദുഷ്ടന് അവകാശം കിട്ടും. അപ്പം ഇങ്ങനെയുള്ളൊരു ജീവിതമാണ് ഇനി എന്ത് ചെയ്യേണ്ടത്? ഈ ശിഷ്യന്മാരൊക്കെ ജീവിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനവർക്ക് പറ്റത്തില്ലെന്ന് ആർക്കറിയാം? കർത്താവിനറിയാം. ഈ പറയുന്ന ഒരു അനുഭവത്തിൽ അവരെ കൊണ്ട് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കർത്താവ് അവരോട് കാര്യം പറയാം, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു കാര്യം അവർക്ക് പറയാം, അവർക്ക് മനസ്സിലാവും. നമുക്കിത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പിടികിട്ടത്തില്ല. പക്ഷെ ഇത് വായിക്കുമ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോട് പറയാം, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്കൊരു സ്നേഹിതനുണ്ട്. അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ പറയുന്ന പറഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ വന്നിരിക്കുന്ന വ്യക്തിയോട് എന്തുണ്ട്? അവനെ ഒന്ന് സഹായിക്കാനുള്ളൊരു ആഗ്രഹത്തിൽ ഇവൻ്റെ കയ്യിലില്ല, വേറെ അടുക്കൽ ചെല്ലുകയാണ്.
എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു. അപ്പോൾ അവൻ പറയാ, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്ത് നിന്ന് ഉത്തരം പറഞ്ഞാലും. പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, ആഗ്രഹം ഉണ്ടെങ്കിലും എന്ത് ചെയ്യുന്നില്ല, ഒന്നും ലഭിക്കുന്നില്ല. ഇവിടെ പറയാണ്, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം, ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം, ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയാ യാചിപ്പിൻ. കേട്ടോ, പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിൽ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ ഈ പറയുന്ന പോലെ പലരോട് ക്ഷമിക്കണമെന്നും വളരെ എല്ലാ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഇത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ഇത് എങ്ങനെയാണ് ഇത് സാധ്യമാകുക എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഇങ്ങനെ ഒരു തലത്തിലോട്ട് നിനക്ക് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഇത് സാധ്യമാക്കുക? ഇവിടെ എന്നിട്ട് പറയണ കർത്താവ് പറയാ, യാചിപ്പിൻ, ലജ്ജ കൂടാതെ യാചിപ്പിൻ എന്ന് പറഞ്ഞാൽ, കർത്താവേ എനിക്ക് അങ്ങ് ആഗ്രഹിക്കുന്ന അളവിലുള്ളൊരു ജീവിതം ജീവിക്കണം, അങ്ങേ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കണം, എനിക്ക് എന്നെ കൊണ്ടതിന് സാധിക്കുന്നില്ല, അങ്ങ് അതിനായിട്ട് എന്നെ സഹായിക്കണമേ. കേട്ടോ, അതല്ലാതെ നമ്മൾ ഞാൻ നോക്കിയിട്ട് പറ്റുന്നൊന്നുമില്ല, ഇത് നടക്കുന്നൊന്നും തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ലോകത്തിന്റെ മോഹങ്ങളിലൊക്കെ അങ്ങ് പോകാമെന്ന് പറയുന്നൊരു അനുഭവമല്ല. കർത്താവേ, ഇതാണ് എനിക്ക് വേണ്ടത്, നീ അതിനായിട്ട് എന്നെ സഹായിക്കണം. മനസ്സിലായോ? ആ ഒരു ആവശ്യബോധത്തോടു കൂടി നമ്മൾ കർത്താവിനോട് പറയാണ്. ഒരു ലജ്ജ കൂടാതെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും വീണു പോകുന്നുണ്ട്. മനസ്സിലായോ? ഒരു മൈൻഡ് ചെയ്യാതെ അവൻ വാതിൽ അടച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ, കർത്താവ് പിന്നെയും വീണു, എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളൊരു ചിന്തകളൊക്കെ വരുമ്പോഴും അല്ല, ഈ കർത്താവിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. കർത്താവ് നിന്റെ ആത്മാവിനെ എന്നിലേക്ക് പകരണമേ, നീ എന്നെ സഹായിക്കണം. കേട്ടോ, ഇവിടെ പറയാണ്, ലജ്ജ കൂടാതെ മുട്ടിക്കുക നിമിത്തം. ഈ ലജ്ജ കൂടാതെ മുട്ടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് യാചിക്കുന്ന ഒരു അനുഭവത്തിലല്ല. ശ്രദ്ധിക്കണം നിങ്ങൾ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ദൈവം നോക്കുകയാണ് നിങ്ങൾക്ക് ഹൃദയപൂർവ്വം ഈ ഒരു വിഷയത്തെ ജയിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടോന്ന്. മനസ്സിലായോ? ഒരു സുറഫൈനിക്ക സ്ത്രീ വന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, അവളുടെ പിന്നാലെ വന്നു കഴിഞ്ഞിട്ട് വരുമ്പോൾ ശിശുമാർ പറയുന്നുണ്ട്, അവളുടെ കുഞ്ഞിന് വയ്യായാണ്, നീ സൗഖ്യമാക്കണം എന്ന് പറയുമ്പോൾ യേശു പറയുന്നുണ്ട്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാറില്ല. കാരണം ഇവള് വേറൊരു ജാതിയിലുള്ളവരാണ് എന്ന് പറഞ്ഞപ്പോൾ, കാരണം കർത്താവ് പറഞ്ഞാൽ അവൻ സ്വന്തത്തിലേക്കാണ് വന്നത്, അവർക്ക് വേണ്ടി, യഹൂദന്മാർക്ക് വേണ്ടി എക്സ്പെഷ്യലി അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അവള് വന്നിട്ട് പറയുന്നുണ്ട്, കർത്താവേ, എന്താണ്, നായ്ക്കുട്ടികളും മേശമേൽ നിന്നും വീഴുന്ന അപ്പനുറുക്ക് തിന്നുന്നില്ലയോ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ യേശു കർത്താവിനെ എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള അവൾക്കറിയാം. അപ്പൊ യേശു അവളെ തള്ളിക്കളഞ്ഞാലും അവൾക്ക് ശരി, എന്നെ ഇതുപോലെ റിജക്റ്റ് ചെയ്ത കർത്താവിനെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് പോവുകയല്ല അവള്. അവിടെ കർത്താവ് എന്ത് ചെയ്യുന്നു, അവളിൽ എത്രത്തോളം വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തെ എത്രത്തോളം അവൾ വെളിപ്പെടുത്തുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നു. അവൾ പറയുന്ന ആ ഒരൊറ്റ വാക്കിൽ കർത്താവ് പറയാ, ഇത് പോയിക്കൊടുക്കാൻ നിന്റെ കുഞ്ഞ് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ പറഞ്ഞതിന്റെ താല്പര്യം ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം നോക്കിയാൽ കണ്ടോ നിങ്ങൾ, ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഒരു സാഹചര്യത്തിൽ നമ്മൾ ശ്രമിക്കാവോ, ഞാൻ അവനോട് പറഞ്ഞിട്ട് അവൻ എന്നെ മൈൻഡ് ചെയ്തില്ല, പിന്നെ ഇപ്പം ഞാനിനി എന്തിനാ അവനോട് മൈൻഡ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള നമ്മളുടെ ഹൃദയത്തിലെ സ്വയം സംഭാഷണങ്ങളൊക്കെ അതൊക്കെ മാറണം. അപ്പോൾ ഇവിടെ ഇതൊക്കെ മാറി ദൈവം ആഗ്രഹിക്കുന്ന പോലുള്ള ഹൃദയത്തിൻ്റെ ഉടമയാകണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ആ കർത്താവിൽ നിന്നും എന്ത് വേണം, അവൻ്റെ ഒരു അഭിഷേകത്തെ നമുക്ക് വേണം. അതുകൊണ്ടുള്ള പറഞ്ഞത്, ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, യാചിപ്പിൻ. അതാണ് അതിനർത്ഥം. കണ്ടോ? എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എന്ത് കിട്ടും? അപ്പം കിട്ടുന്ന കാര്യമാണോ പറയണേ? അല്ല, അവിടെ ഈ പ്രാർത്ഥന പഠിപ്പിച്ചു, ഞങ്ങൾക്ക് കടക്കാരോട് ക്ഷമിക്കണം, സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം ജീവിക്കണം. അതിന് ഞങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. അതിന് ഞങ്ങളെ സാധ്യമാക്കുന്ന ഒരു ജീവിതം ജീവിക്കുവാനായിട്ട്, നമ്മളെ സഹായിക്കുവാനായിട്ട് ആർക്ക് സാധിക്കുക? ആ സ്വർഗസ്ഥനായ പിതാവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അവൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ അവൻ നമുക്ക് ആ ഒരു ജീവിതം ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കൃപയും അഭിഷേകവും നമുക്ക് തരും എന്നായി പറഞ്ഞതിനർത്ഥം. എന്നിട്ട് താഴ്ത്തിക്ക് വായിക്കും പറയാണ്, വായിച്ചോട്ടെ, 9 വാക്യം, യാചിപ്പിൻ. 11:9 ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 9-ാം വാക്യം. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ ഇവിടെ യാചിപ്പിൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുന്ന ആസ്ക്, അല്ലെ? ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്?
ചോദിക്കുക എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ മലയാളത്തിലാണത് യാചിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു ഭിക്ഷ യാചിക്കുന്ന അർത്ഥത്തിലല്ല, എന്ന് ചോദിക്കുക എന്നുള്ള. താഴേക്ക് വായിക്കുമ്പോൾ അത് പറയുന്നുണ്ട്, ഈ യാചിക്കുക എന്ന് പറയുന്നത് ചോദിക്കുക എന്ന് പറയുന്നതിൻ്റെ അത് ആണെന്നുള്ളത് മനസ്സിലാക്കും. ഇവിടെ താഴെ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ പറയാണ് യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഇത് നമ്മൾ ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയും, ഞാൻ പ്രാർത്ഥിച്ചു, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ കർത്താവ് ഒന്നും എൻ്റെ പ്രാർത്ഥന കേട്ടില്ല. അങ്ങനെയുള്ളൊരു മനോഭാവത്തിലേക്ക് പോകരുത്. ഇവിടെ ഉറപ്പ് പറയാണ്, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നല്ല എഴുതിയിരിക്കുന്നത് എല്ലാവരുടെ പുസ്തകത്തിലും. നിങ്ങളൊന്ന് യാചിച്ച് നോക്കി, ചിലപ്പോൾ കിട്ടുന്നതാണോ? അല്ല, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഇത് ദൈവത്തിൻ്റെ വചനത്തിൽ ഉവ്വ് എന്ന് പറഞ്ഞാൽ അത് ഉവ്വെന്ന് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ കർത്താവോട് പറയാം നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ അർത്ഥം, നമ്മൾ കർത്താവിനോട് ചോദിച്ചാൽ ഈ ഒരു അനുഭവത്തിൽ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവേ, എന്നെ നീ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നാൽ കർത്താവ് നമ്മളെ തള്ളിക്കളയത്തില്ല. കർത്താവ് നമ്മളെ പ്രാർത്ഥന കേൾക്കും. ഇനി പറയാം, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ അന്വേഷിക്കുന്നത്? ദൈവവചനത്തിൽ അന്വേഷിക്കണം. അവൻ്റെ പുസ്തകത്തിൽ വായിച്ച് അന്വേഷിച്ച് നോക്കുക. അതിലൊന്നിനും ഇണയില്ലാതിരിക്കുക. അവൻ്റെ വായത്ര കൽപ്പിച്ച് അവൻ്റെ ആത്മാവത്ര കൂട്ടിവരുത്തിയത്. പറഞ്ഞതിൻ്റെ താല്പര്യം, ഈ വചനത്തിൽ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഞാൻ ക്രമപ്പെടേണ്ടത്, എവിടെയൊക്കെയാണ് ഞാൻ ക്രമപ്പെടേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ട് കർത്താവ് വചനത്തിൽ കൂടി നമുക്ക് കാര്യങ്ങളെ കാണിച്ചു തരും. എന്നിട്ട് പറയാം, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. എന്നിട്ട് പറയാം 10-ാമത്തെ വാക്യം, യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനിയിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കും, എന്തുവാണ് ഈ യാചിക്കുന്നത്, എന്താണ് ഈ മുട്ടണം, അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞതെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ താഴത്തേക്ക് പറയുമ്പോൾ കർത്താവ് പിന്നെ മനസ്സിലാകത്തക്ക രീതിയിലൊരു കാര്യം പറയാൻ പോവാണ്. 11-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവൻ കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഇപ്പൊ മനസ്സിലായോ എന്തുവാണ് ഈ മുട്ടുക, എന്താണ് ഈ പറഞ്ഞതിന് അർത്ഥം? എന്ത് ലഭിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്? എന്ത് ലഭിച്ചാലാണ് നമുക്ക് ഈ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്കൊത്തവണ്ണമുള്ളൊരു ജീവിതം ജീവിക്കാൻ പറ്റുക എന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ എന്തുവാണ് ഇവിടെ പറയുന്നത്? ഇവിടെ പറയാണ് പരിശുദ്ധാത്മാവിനെ. കാരണം പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ വചനം അനുസരിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാ അഭിഷേകത്താൽ അല്ലാതെ ഈ പറയുന്ന പോലെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശുദ്ധീകരിക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വരണമേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭൂമിയിൽ ആ സ്വർഗത്തിലെ പോലുള്ളൊരു അനുഭവം ഈ ഭൂമിയിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പരിശുദ്ധാത്മാവിനാലുള്ള ഒരു ജീവിതത്തിലല്ല സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയാണ്, നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു അനുഭവത്തിൽ ജീവിക്കണമെങ്കിൽ, എൻ്റെ കടക്കാരോട് ക്ഷമിക്കണമെങ്കിൽ, ദുഷ്ടൻ്റെ ഇലപ്പെടാതെ ജീവിക്കണമെങ്കിൽ എന്തു വേണം? അതിന് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വേണം. മനസ്സിലായോ? ഇന്ന് ഏറുപങ്ക ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധ്യമില്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കഴിഞ്ഞു. അങ്ങനെയല്ല. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന, നിറവിൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ പറയുന്ന ഒരു അനുഭവത്തിൽ ഓരോ ദിവസവും ജീവിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് ഈ പിശാചിന്റെ തന്ത്രങ്ങളെയും ആ പിശാചിന്റെ ശക്തിയെയും ജയിക്കുവാനായിട്ടാണ് പരിശുദ്ധാത്മാ അഭിഷേകം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ആ എന്താ പറയുന്ന ഭൂഗുരുത്വാകർഷണത്തെ ജയിച്ചും കൊണ്ട് ആ ഒരു ശക്തി അതിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നത് കൊണ്ട് എപ്പോഴും നമ്മളെ വചനത്തിൽ നിന്നും പിറകിലേക്ക് വലിക്കുന്ന ഒരു ശക്തിയുണ്ട് ഇവിടെ. ആ ശക്തിയെ ജയിച്ച് ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം ജീവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണം. അപ്പം അതുകൊണ്ട് പറയാണ്, അത് നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനോട് ചോദിച്ചാൽ എത്ര അധികം തരും. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് അത് ചോദിച്ചിട്ടുണ്ട്? എത്ര പേര് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്? എത്ര പേര് പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥന? നമ്മൾ വല്ലപ്പോഴും ഒന്ന് ഇത് കേൾക്കുമ്പോൾ ഒന്ന് പറഞ്ഞതല്ലാതെ ഇതൊരു ആഗ്രഹമായിട്ട്, ഇതെനിക്ക് എല്ലായ്പ്പോഴും വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ എല്ലായ്പ്പോഴും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ പറയാണ്, കണ്ടോ, യാചിക്കുന്നവന് ലഭിക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവൻ തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരുത്തൻ അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യും? ഒരിക്കലും ചെയ്യോ? ഇല്ല. ഏത് വിധേനയും അപ്പം കൊടുക്കുന്നത്. മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ?
എന്ന് പറഞ്ഞാൽ പാമ്പിനെ ശരിയാക്കിയിട്ട് മീനെന്ന് പറഞ്ഞ് കൊടുക്കുമോ? ഒരിക്കലും മാതാപിതാക്കൾ ചെയ്തില്ല. മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? മുട്ട കിട്ടില്ല അവരോട് തേളിനെ കൊടുക്കുമോ? എന്നിട്ട് പറയാം, അങ്ങനെ ദോഷികളായ നിങ്ങൾ, കണ്ടോ കർത്താവോട് എടുത്ത് പറയാം, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കൾക്ക്, അതാണ് ഇവിടെ അർത്ഥം, യാചിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആരെ യാചിക്കുന്നത്? മക്കളാണ് യാചിക്കുന്നത്. തൻ്റെ മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. കണ്ടോ, തൻ്റെ മക്കൾക്ക്, യാചിക്കുന്ന ആരാ? മക്കളാണ് യാചിക്കുന്നത്. എന്തിനാ യാചിക്കുന്നത്? എന്തിനാ ചോദിക്കുന്നത്? ഇവിടെ പിതാവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. എൻ്റെ ദാഹത്തിന് ഞാൻ വെള്ളം കുടിച്ചെങ്കിലേ കാര്യമുള്ളൂ, അല്ലേ? എൻ്റെ ദാഹം തീർക്കാൻ നിങ്ങളാരും വെള്ളം കുടിച്ചിട്ട് ഒരു കാര്യമില്ല. എൻ്റെ വിശപ്പ് മാറാൻ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല. എൻ്റെ വിശപ്പ് മാറാൻ ഞാനും ഭക്ഷണം കഴിക്കണം, എൻ്റെ ദാഹം തീർക്കാൻ ഞാൻ വെള്ളം കുടിക്കണം. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു ആഗ്രഹത്തോടു കൂടെ കർത്താവിനോട് ഇതെപ്പോഴും ചോദിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചോദിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ നിറയുന്നത്. മനസ്സിലായോ? അത് നമ്മൾ പല വചനങ്ങളിൽ കാണാം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുക. എന്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം? പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും നമ്മൾ പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട് നയിക്കപ്പെടുന്ന ഒരു ജീവിതമായി പറയുന്നത്. പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനോട് പറയണം, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക്. കർത്താവ് പറഞ്ഞല്ലോ, ആ പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കുന്ന പറഞ്ഞു, അല്ലെ? പരിശുദ്ധാത്മാവിനെ എത്ര അധികം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്ന് പറയുന്നത്, വേറെ ഭാഗത്ത് പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തി, അതാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. എന്തിനാ ശക്തി? അത് നമ്മളെ ദൈവരാജ്യത്തിന്റെ ദൈവ നിയമങ്ങൾക്കൊത്തവണ്ണം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ശക്തി. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവ് നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഈ ഒരു ആഗ്രഹം ഈ ദിവസങ്ങളിൽ നിറയണം നമ്മുടെ ഉള്ളിൽ. കാരണം കർത്താവിന്റെ വാഗ്ദത്തമാണ്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. മനസ്സിലാവുമല്ലോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കും, യൗവനക്കാർ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ ദർശിക്കും. പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞെങ്കിൽ എന്താ പറയുന്നത്? നിത്യതയുടെ അധികമായൊരു പ്രകാശനത്തിലേക്ക് എല്ലാ തലത്തിലുള്ളവർ കയറി വരുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണെന്നാണ് പറഞ്ഞത്. സ്വപ്നങ്ങളെ കാണുന്നു പറഞ്ഞാൽ എന്ത് സ്വപ്നങ്ങളെ കാണുന്നത്? നിത്യ തേജസ്സിന്റെ ദർശനങ്ങളിലേക്ക്. കാരണം വൃദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തില്ല? പ്രത്യേകിച്ച് ഒരു ഇതുമില്ല, ഇനി മരിക്കാന്നുള്ള രീതിയിലാണ് പോകുന്നത്, അല്ലേ? വൃദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ മരണം കാത്തിരിക്കുകയല്ലേ. യൗവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ എങ്ങനെ ചെലവഴിക്കാന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. പക്ഷെ ഇവിടെ പറയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ എല്ലാ തലത്തിലുള്ളവരുടെ മേൽ, ഇതേ പറഞ്ഞതിനകത്ത് ചെറുതും വലുതും പ്രായമായവരുടെ മേലൊക്കെ. ഈ പ്രായവും ചെറുപ്പവും വലുപ്പമൊക്കെ നമ്മളുടെ കണ്ണിലാണ്. ദൈവത്തിന്റെ കണ്ണിൽ എന്തില്ല? പ്രായമില്ല. മനസ്സിലായോ? പ്രായവും ഇതൊക്കെ പാപത്താൽ വന്നുപോയ സംഭവമാണ് ഈ ദ്രവത്വം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേലും തൻ്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ അയക്കുമ്പോഴാണ് ഈ പറയുന്ന ഒരു അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് എന്ത് ചെയ്യുന്നത്? സാധിക്കുന്നത് എന്നായി പറഞ്ഞതിനകത്ത്. അപ്പോൾ ഇതിന് ഇപ്പം നമ്മളെ കേൾക്കുന്ന ഓരോ ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, പ്രായമുള്ളവരൊക്കെ ഉണ്ട്, പലതരത്തിലുള്ളവരത് കേൾക്കുന്ന. നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹത്തിൽ എന്ത് വേണം? കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ, അങ്ങയുടെ ആഗ്രഹപ്രകാരം ജീവിക്കാൻ എന്നെ ഇത് വായിക്കുമ്പോഴാണ് ഈ ദുഷ്കാലത്ത് സമയം തക്കത്തിൽ വിനിയോഗിക്കണം എന്ന് പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ടും നമുക്ക് അതിനോടൊരു താല്പര്യവും ഇല്ല. അതൊക്കെ അങ്ങനെ പറയും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും ആ വ്യക്തികൾക്ക് ഒരിക്കലും പരിശുദ്ധാത്മാവ് ലഭിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ മുകളിൽ പറഞ്ഞ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം, കേട്ടോ, പ്രയാസപ്പെട്ട് പലതും പലതരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വരുമോ, ഇപ്പോൾ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ, ഈ ഒരു ആറ്റിറ്റ്യൂഡല്ല. എനിക്കത് വേണം, അത് കിട്ടിയേ പറ്റത്തുള്ളൂ, അതെൻ്റെ ആവശ്യമാണ്, എനിക്കതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള എൻ്റെ ആവശ്യബോധ്യത്തെ കാണുന്ന കർത്താവ് തരുമെന്ന് പറഞ്ഞു. അതല്ലാതെ തരണമെങ്കിൽ തന്നോട്ടെ, കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ, വേണമെങ്കിൽ തന്നോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലുള്ളവർക്കൊന്നും ഇത് കിട്ടാൻ പോകുന്നില്ല. അതാണ് ഈ ലജ്ജ കൂടാതെ എന്നൊക്കെ പറഞ്ഞത്. ഒരു ആവശ്യബോധ്യത്തിൽ, അത് വ്യക്തിപരമായ ആവശ്യമാണ്. കർത്താവെ എനിക്ക് വേണം, എനിക്ക് കർത്താവെ എൻ്റെ അകത്തെ മനുഷ്യൻ ക്രിസ്തുവിൽ വളരുവാൻ, ദൈവം ചെയ്യുവാൻ അങ്ങയുടെ ആത്മാവിനെ എനിക്ക് കർത്താവെ നീ തരണമേ എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് എത്ര അധികം കൊടുക്കും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. കാരണം ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് നമ്മളെ പരിശുദ്ധാത്മാവിനാൽ വചനം അനുസരിക്കാൻ നടത്തുന്നത്. മനസ്സിലായോ? കാരണം ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വചനത്തെ ഒരു സാഹചര്യത്തിൽ മുറുകെ പിടിക്കാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ ഒന്നും നടക്കുകയല്ലത്. കാരണം ഇപ്പം ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരു വ്യക്തിയിൽ വന്നെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് വചനം അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അറിയത്തുള്ളൂ. വചനം അനുസരിച്ചെങ്കിൽ മാത്രമേ ഈ വചനം ആ വ്യക്തിയിൽ ജീവനാകത്തുള്ളൂ. വചനം ജീവനായെങ്കിൽ മാത്രമേ ആ വ്യക്തി ക്രിസ്തുവിൽ വളരത്തുള്ളൂ. ക്രിസ്തുവിൽ വളരുമ്പോൾ മാത്രമേ ആ വ്യക്തിയിൽ ദൈവിക സ്വഭാവം വെളിപ്പെട്ട് വരത്തുള്ളൂ. ദൈവിക സ്വഭാവം വെളിപ്പെട്ട് വന്നെങ്കിലേ ആ വ്യക്തി പുത്രന്റെ സ്വരൂപത്തിൽ അനുരൂപമാകത്തുള്ളൂ. പുത്രന്റെ സ്വരൂപത്തിൽ അനുരൂപമായെങ്കിലേ കർത്താവ് വരുമ്പോൾ പോകത്തുള്ളൂ. മനസ്സിലായോ? അതല്ലാതെ ഒന്നും പറക്കത്തില്ല. മനസ്സിലായോ? പിടിയിട്ടുണ്ടോ? അപ്പോൾ ഇത് നമ്മളുടെ ആവശ്യം, ഇതൊരു തിരിച്ചറിവ്, ഈ ഒരു ബോധ്യം, കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യണം. കാരണം ഇത് ഒരു ദിവസവും 2 ദിവസവും അല്ല വേണ്ട. നമുക്ക് ഈ ഭക്ഷണവും വെള്ളവും ഇന്ന് കഴിച്ചുകൊണ്ട് നാളെ വേണ്ടെന്നുണ്ടോ? പരിശുദ്ധാത്മാവ് അതുപോലെയാണ്. പരിശുദ്ധാത്മാവ് നമ്മൾ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ കണ്ണിമിക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെട്ട് തേജസ്സിലേക്ക് നമ്മൾ എടുക്കപ്പെടുന്നത് വരെ ഈ പരിശുദ്ധാത്മാവിനെ തന്നെ നയിക്കപ്പെടണം നമ്മൾ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയാണ്, അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലും ആ ഒരു ആഗ്രഹം ഉണ്ടാകണം. ഈ ദിവസങ്ങളിൽ എല്ലായ്പ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് ഈ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക. എപ്പോഴും പ്രാർത്ഥിക്കുക, കർത്താവ് ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ആ ഒരു ആഗ്രഹത്തോടുകൂടി വചനം വായിക്കുക. അങ്ങനെ വചനം വായിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ പരിശുദ്ധാത്മ അഭിഷേകം നമ്മളിലേക്ക് വന്ന് നിറയും. നമ്മുടെ യാത്രകളിൽ, നമ്മുടെ ചിന്തകളിലൊക്കെ ഈ ദൈവവചനവും ദൈവഹിതവും ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും അവൻ്റെ കാൽവരി ക്രൂശിലെ മരണവും കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച ആ നിന്ദയും പരിഹാസവും ഇതൊക്കെ എനിക്ക് വേണ്ടിയായിരുന്നു, ഞാൻ തേജസ്സിൽ അവൻ്റെ പുത്രിപുത്രന്മാരെ തീരാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടും. മാത്രമല്ല ആ നിറവ് അന്യഭാഷകളിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ നിയന്ത്രണം മാറുകയാണ്. അല്ലേ? മനസ്സിലായില്ലേ? ഈ അപ്പസ്തോല പ്രവൃത്തികളാണെന്ന് തോന്നുന്നു 2:4 പറയുന്നുണ്ട്. അവർ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൺട്രോള് പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്. വേറെ ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, മുട്ടോളമല്ല, നരിയാളിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്തൊരു അഭിഷേകത്തിലേക്ക് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നമ്മളെ നയിക്കും. പറഞ്ഞതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളെ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കുന്ന ഒരു ജീവിതം എന്നാണ് പറഞ്ഞതിനർത്ഥം. അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടണം. ഇന്നിപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മളെല്ലാവരും നയിക്കപ്പെടണം. അങ്ങനെ നയിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ എന്ത് ചെയ്യണം? നിറയപ്പെടണം. അങ്ങനെ നിറയപ്പെടുമ്പോഴാണ് ഓരോ സാഹചര്യത്തിന് നടുവിൽ ഓരോ വചനങ്ങൾ അനുസരിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ നയിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 5:19 ഇവിടെ പറയാണ്, ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നത് അല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്തതെല്ലാം പുത്രനും അവനും തന്നെ ചെയ്യുന്നു. കണ്ടോ? ഇവിടെ നോക്കിയേ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. അപ്പോൾ പുത്രൻ ചെയ്ത നമ്മൾക്കും സകലത്തിൽ അവൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചാ പോയിരിക്കുന്നത്. നമ്മൾ ഈ മാതൃക പിന്തുടരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം. അതിനാണ് പിതാവിൻ്റെ ഹിതം എന്താണെന്ന് പുത്രൻ വെളിപ്പെടുത്തി. പുത്രൻ കാണിച്ചെന്ന മാതൃകയിൽ നമ്മൾ എന്ത് ചെയ്യണം? അവൻ്റെ സഹോദരന്മാരായ, അവൻ്റെ പുത്രന്മാരായ, അല്ലേ? കർത്താവ് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി തന്നല്ലേ? ആ ഏകജാതനായ പുത്രൻ ആദ്യജാതനായിട്ട് അവനിൽ വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും പിതാവിനാൽ ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത്? അവൻ്റെ സഹോദരന്മാരായിട്ടാണ് തീരുന്നത്. ആ സഹോദരന്മാരെല്ലാവരും പുത്രനായ യേശു കർത്താവ് കാണിച്ചു തന്ന മാതൃകയിലാണ് നടക്കുന്നത്. പുത്രൻ അല്ലേ? പത്രോസ് പറയുന്നുണ്ടല്ലോ, അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ നിങ്ങൾക്ക് സകലത്തിലും ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അപ്പോൾ പുത്രൻ കാണിച്ചെന്ന മാതൃകയിൽ ഒരു വ്യക്തിക്ക് നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ പറ്റുമോ? യേശുവിൻ്റെ കർത്തൃത്വത്തിന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിന് കേൾക്കുന്ന
നിങ്ങൾക്കും പറയുന്ന എനിക്കും ഒക്കെ എന്ത് വേണം? ഈ ഒരു ആഗ്രഹം ഉണ്ടാവണം. ആ ആഗ്രഹം നമ്മുടെ അകത്തു നിന്നും വരണം. അതുകൊണ്ട് വചനം പറയുന്നത് വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്നും തിരുവെഴുത്തുകൾ പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ. അപ്പൊ അകത്തു നിന്നും ഈ ഒരു ആഗ്രഹം വേണം. കർത്താവേ, എനിക്ക് കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. അങ്ങ് പറയുന്ന പോലെ ജീവിപ്പാൻ, ക്ഷമിക്കുവാൻ, മറക്കാൻ, പൊറുക്കാൻ, നാളെക്കുറിച്ച് വിചാരപ്പെടാതെ ജീവിപ്പാൻ, സ്വർഗീയ പിതാവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം ജീവിപ്പാൻ എന്നെ കർത്താവെ അങ്ങ് സഹായിക്കണം. അതിനായി ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അഭിഷേകം ചെയ്യണമേ എന്ന് നമ്മൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നമ്മൾ അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹത്തെ കാണുന്ന കർത്താവാണ് തൻ്റെ അഭിഷേകത്തെ പകരുന്നത്. ആ അഭിഷേകം നമ്മളിലുള്ള എല്ലാ നുഖങ്ങളെയും പൊട്ടിച്ച് വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നയിക്കും. അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടം, ഒരു ചെറിയ ശേഷിപ്പ് ഓരോ ദിവസവും വചനത്തെ അനുസരിച്ചും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു ജീവിതം ജീവിക്കും. അങ്ങനെയുള്ള ഒരു കൂട്ടം ഈ നാളുകളിൽ അധികമായി വെളിപ്പെട്ട് വരും. അവര് കർത്താവിൻ്റെ വരവിൽ എന്ത് ചെയ്യും? കണ്ണിമയ്ക്ക് രൂപാന്തരപ്പെട്ട് തേജസ്സിലേക്ക് എടുക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അനുഭവത്തിൽ ജീവിക്കാനായിട്ട്, കാരണം പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ പറയുന്ന ഒരു അനുഭവം ജീവിക്കാൻ പറ്റും. ഇതൊരു നിസ്സാര കാര്യമായിട്ട് നിങ്ങൾ കാണരുത്. ഇത് ഒരു എൻ്റെ ജീവശ്വാസം പോലെ നമുക്ക് വേണ്ട ഒന്നാണ് ആത്മീയ മനുഷ്യൻ വളരാനായിട്ട് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് എത്രത്തോളം വേണമെങ്കിലും തരാമെന്ന് കർത്താവ് പറഞ്ഞു. നമുക്ക് എത്രത്തോളം അത് ആവശ്യമാണ്, ആവശ്യബോധ്യത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ, അതിനാണ് ലജ്ജ കൂടാതെ ചോദിക്കുക എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതിനാണ് അന്വേഷിക്കാൻ പറഞ്ഞത്. വചനത്തിൽ അന്വേഷിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ കൂടുതൽ പ്രാപിക്കാനായിട്ട് പറ്റുന്നത്. അതാണ് ഈ ഇവിടെ പറഞ്ഞത്. കണ്ടോ, യാചിപ്പൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, വചനത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്, എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നത്, എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ വചനത്തെ അനുസരിച്ച് പരിശുദ്ധാത്മാവിനെ വചനം അനുസരിച്ച് ശക്തിയായി തീരുന്നത്, എങ്ങനെയാണ് പുത്രൻ ജീവിച്ചതുപോലെ ജീവിക്കാനായിട്ട് പറ്റുന്നത്, എങ്ങനെയാണ് കർത്താവിൻ്റെ വരയിൽ എടുക്കപ്പെടുന്നതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. അത് നമ്മളെ ഈ ലോകത്തോട് വേർപെട്ടവരായി ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാനായിട്ട്, പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമായി തീരുവാനായിട്ട്, ദൈവത്തിൻ്റെ എല്ലാ നിറവിലേക്ക് നിറഞ്ഞു വരുവാനായിട്ട്, തികഞ്ഞ പുരുഷത്വം പ്രാപിക്കുവാനായിട്ട്, ക്രിസ്തു എന്ന തലയോളം വളരുവാനായിട്ട്, ദൈവത്തിൻ്റെ എല്ലാ നിറവിലേക്കും നിറഞ്ഞു വരുവാനായിട്ട്, ദൈവ തേജസ്സിൻ്റെ മക്കളായി ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. കർത്താവെ, അങ്ങ് ജീവിച്ചതുപോലെ ഒരു ജീവിതം ജീവിക്കാനായിട്ട് കർത്താവെ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ വാഗ്ദത്ത വചനമാണല്ലോ, പിതാവിനോട് ചോദിച്ചാൽ എത്രയധികം പരിശുദ്ധാത്മാവിന് തരുമെന്നുള്ളത്. കർത്താവെ, ആ ആവശ്യബോധ്യത്തിൽ കർത്താവെ ഈ നിമിഷം മുതൽ ജീവിക്കാനായിട്ട്, അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ജീവിക്കാനായിട്ട് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കും. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ കർത്താവിൻ്റെ ഹിതം ചെയ്യാനായിട്ട് ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് ഒരു വ്യക്തി കർത്താവിനെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവന് ആവശ്യമെന്ന് പറയുന്നത് കർത്താവിനെ സ്വീകരിച്ച്, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച്, കർത്താവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി ഒരു നിറവിനായി പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച്, ദൈവവചനം രാപ്പകൽ ധ്യാനിച്ച്, വചന ഐശ്വര്യമായ സകല ജ്ഞാനത്തോടും കൂടെ ഹൃദയത്തിൽ വസിച്ച്, ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട്, ഹിതത്തെ ഈ ഭൂമിയിൽ നിറവേറ്റുന്ന പുത്രൻ ജീവിച്ചുള്ള ഒരു ജീവിതം ജീവിച്ച്, നമ്മളെ കാണുന്നവർ യേശുവിനെ കാണുന്ന ഒരു ജീവിതം ജീവിക്കുക. അതാണ് വചനം പറയുന്നത്. നമ്മളെ കാണുന്നവർ യേശുവിനെ കാണണം. നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ്. കർത്താവിൻ്റെ ആ സൗരഭ്യം വെളിപ്പെടുത്തുന്ന വാക്കുകളും പ്രവൃത്തികളും ഇടപെടലുകളും ബന്ധങ്ങളൊക്കെ നമ്മളിൽ നിന്നുണ്ടായി നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ വെളിച്ചമായി തീരുവാനായിട്ട്, മലമേൽ ഉയർന്നിരിക്കുന്ന ഒരു പട്ടണം പോലെ വിളക്കത്തിച്ച് പറയുടെ കീഴിലല്ല തണ്ടിന്മേൽ എത്ര വയ്ക്കുന്നത്, അത് കാണുന്നവർക്കെല്ലാം വെളിച്ചമായി തീരുന്ന, നമ്മളെ അയക്കുന്നിടത്ത്, നമ്മൾ ചെല്ലുന്നിടത്ത് ഒക്കെ കർത്താവിൻ്റെ വെളിച്ചം പകരുന്ന വ്യക്തിത്വങ്ങളായി തീർന്നും കൊണ്ട് ഈ ലോകത്തിൽ ജീവന്റെ വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിച്ച് കർത്താവിൻ്റെ വരവേറ്റടുത്തിരിക്കുന്ന ഈ കാലയളവിൽ കർത്താവ് അധ്യായത്തിൽ വെളിപ്പെടുമ്പോൾ കണ്ണിമയ്ക്കുന്നതിന് രൂപാന്തരപ്പെട്ട് തേജസ്സിലേക്ക് എടുക്കപ്പെട്ട് അവനോട് കൂടെ വാസം ചെയ്യുന്ന, ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴുമ്പോൾ കർത്താവിനോട് കൂടെ വാഴുന്ന, ജയാളിയായി വാഴുന്ന ആ കർത്താവിൻ്റെ പ്രിയ മക്കളായി തീരുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി വിശുദ്ധ ജീവിതം ജീവിപ്പാൻ പരിശുദ്ധാത്മാവിനല്ലാതെ സാധിക്കത്തില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ എങ്ങനെ ലഭിക്കും എന്നുള്ളത് കർത്താവ് എങ്ങനെ വ്യക്തമായി വെളിപ്പെടുത്തിയെങ്കിൽ കർത്താവെ, ആ ആവശ്യബുദ്ധിത്തോടു കൂടെ കർത്താവെ ഈ ദിവസങ്ങളിൽ ജീവിപ്പാൻ, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിപ്പാൻ, പുതുഭാഷകളിൽ അന്യഭാഷകളിൽ കർത്താവെ പ്രാർത്ഥിപ്പാൻ, കൃപാവരങ്ങളെ ജ്വലിപ്പിപ്പാൻ കർത്താവെ എല്ലാവരും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ ഞങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഈ നാളുകളിൽ അനേകർ കർത്താവെ ആ അങ്ങയുടെ മഹത്വം കണ്ട്
ഇങ്ങോട്ട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരല്ലെങ്കിൽ എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവ് കേട്ട വചനങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകരുത്. അതെല്ലാം 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ എന്നൊക്കെ വേണം. കർത്താവ് എല്ലാവരെയും സഹായിക്കും. പരിശുദ്ധാത്മാവ് അതിൻ്റെ മേൽ പരിവർത്തിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.